നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു സ്വർണ്ണക്കാറുണ്ട്, ശംഭു ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ശംഭു ചേട്ടാ ആ കാർ ഞാൻ പോയി മോഷിച്ചിട്ട് രണ്ടാമത്തെ തവണ ചേട്ടൻ വരണം. ചേട്ടൻ മാഫിയല്ല. അപ്പം നമുക്ക് രണ്ടാമത്തെ തവണ എനിക്കൊരു പ്ലാനുണ്ട്. പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതിന് മുമ്പ് ഞാനൊന്ന് പോയിട്ട് വരാമേ. നമുക്കൊരു ഗോൾഡൻ കാറൊന്നും നമ്മൾക്ക് ഇപ്പോൾ ഇല്ല ഗൈസ്. ഓഫ് ഇതൊന്നും വേണ്ട. നമുക്ക് രണ്ടാമത്തെ തവണ ചേട്ടനെയും കൂടി വിളിച്ചുകൊണ്ടിട്ട് നമുക്ക് അവിടെ മൊത്തം ഒരു മാസ് ഫൈറ്റൊക്കെ ആയിട്ടെടുക്കാം. നമ്മുടെ ചേട്ടൻ ഭയങ്കര ഗുണ്ടയാണ് ശംഭു ചേട്ടൻ. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ പോലീസിനൊക്കെ അടിച്ച് ഓടിച്ചൊക്കെ കാണായിരുന്നു. മറ്റേ ഒറ്റ കൈക്കൊക്കെ വണ്ടിയൊക്കെ പിടിച്ചെടുക്കത്തില്ലേ പോലീസൊക്കെ, അതുപോലെ സിനിമ കാണുന്നവരുണ്ടായിരുന്നു ശംഭു ചേട്ടൻ്റെ ഫൈറ്റ് കണ്ടപ്പം. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വണ്ടിക്ക് ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മാറ്റി വണ്ടീൻ്റെ സൗണ്ട് അങ്ങ് കുറച്ചു. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് വരാൻ വരാം. പല കൈസ് അപ്പോൾ നമ്മളിവിടെ എത്തി. ഓ നോ ഗൈസ്, പോലീസിന് ഇവർക്ക് മനസ്സിലായി നമ്മൾ കള്ളനാണെന്ന്. ശേ ഓടിക്കും മോനെ, ഓടിക്കോ പണിവാളി. ശേ ഞാൻ ഉദ്ദേശിച്ചോളൂ നിന്നില്ല. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഓടിക്കും ഗൈസ്. ഓ അടിക്കില്ല സാറേ ഓടിക്കും മോനെ, കൊണ്ടില്ല. ഓ പോലീസൊക്കെ ഇപ്പിലേക്ക് വരും എൻ്റെ അമ്മോ. പിന്നെ നേരത്തെ ഒന്നും ഒരു കൊലപാതകം ചെയ്താൽ പോലും വരാത്ത സാധനമാണ് ഇപ്പം. ഒരു കുഞ്ഞ് ഇത് നമുക്ക് നമ്മുടെ ലുക്കൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ഒരു കാര്യം ചെയ്യിച്ച് റിച്ച് പീപ്പിൾസിൻ്റെ ഡ്രസ്സ് ഇടാം. നമുക്കിപ്പോൾ ഡ്രസ്സ് റിച്ച് ആയിട്ടുള്ളത് ഇപ്പം ഡ്രസ്സ് എന്നൊക്കെ വെച്ചാൽ ഇങ്ങനെ റിച്ച് ആയിട്ടുള്ളതെന്നൊക്കെ നമ്മുടെ കയ്യിലില്ല. ബട്ട് എനിക്കൊരു കാര്യം അറിയാം, റിച്ച് പീപ്പിൾസ് ഇടുന്ന പോലെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പം നേരത്തെ അങ്ങോട്ട് ഞാൻ മേടിച്ച് വെച്ചൊരു കുർഫുണ്ട്. റിച്ച് പീപ്പിൾസേ അങ്ങനത്തെ ഇതൊക്കെ ഇടത്തുള്ളൂ. അപ്പം നമുക്ക് അത് ഇട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടൊരു വേറൊരു ഗ്ലാമർ തരുമോ. അല്ല സെറ്റ് ഇട്ടിട്ട് പോയല്ലോ, പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, റിച്ച് പീപ്പിൾസേ സെറ്റ് എടുത്തുള്ളൂ. ട്രെൻഡിങ് റിച്ച് പീപ്പിളാണെന്നൊക്കെ പറയാം. ബട്ട് മൈ ഫേവറേറ്റ് പാൻറ് ഇതാണ് ഷർട്ടും. ചേട്ടൻ്റെ ആവശ്യമില്ല ചേട്ടാ. ചേട്ടനപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി തന്നിരിക്കുന്നത്, അതാണ് ചേട്ടൻ്റെ ഒരു ഹോബി. ബനിയനായിരുന്നു വേണ്ട, ഷർട്ട് നമ്മളൊരു റിച്ച് ലുക്ക് കൊടുക്കണം. ഇതിപ്പം ഇതും ഗൈസ് ഇതും കൊടുത്ത ഓഫ് കയറി പറഞ്ഞു ബനിയൻ മാത്രം. ഓക്കെ ഗൈസ് നമുക്ക് പോവാം. ഇങ്ങനെ നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോയി ഇത്ര സീനായി ഒരു കാര്യം ചെയ്യാം. താർ റോക്സ് എടുത്തിട്ട് തന്നെ പോവാം. ചേട്ടാ അങ്ങോട്ട് പോലും ചേട്ടാ കൂടി ചേട്ടാ പ്ലീസ് പോലും. ചേട്ടനോട് ഇരിക്കണോ? ഞങ്ങൾക്ക് ശംഭുച്ചേട്ടൻ ചാടാൻ പോകണം. ശംഭുച്ചേട്ടൻ നീന്താൻ അറിയത്തില്ല. ചാടിയാൽ നമുക്ക് പണി പാളി. നമുക്ക് ഈ തവണ താർ റോക്സ് തന്നെ എടുത്തിട്ട് പോകാം. അതാണ് ഇച്ചിരി റിച്ച് പീപ്പിൾസ് യൂസ് ചെയ്യാൻ. ഇപ്പം തന്നെ എൻ്റെ ലുക്ക് മാറിയില്ലേ. നമുക്കൊരു ഇംഗ്ലീഷൊക്കെ പഠിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അവിടെ പോയിട്ട് വരാം ഗൈസ്. ഹലോ സാർ, വി നീഡ് ആൻ കാർ. Yes, we will give. Come. Okay, let's go. Get in. कहीं देखा सा लग रहा है. What do you mean? देखा? What is the meaning of that? बीच रास्ते में नहीं खड़े होते हैं. I do not know that meaning. देखा. I'm a Malayali. Okay, sir. What kind of bike you need to choose? No bike. I need a car. Nowadays, it's so bore. This is also bore, you bloody foolish. But guys, family in the 30. Where this car come? Oh, this is come tomorrow. Okay. I need to check more. Oh, golden car. I love that. Oh, golden car. Looking like good. First I need to buy which car? I need to buy this car. Yes, I need to buy this. I need to buy this. I'm going to test drive that and I will give the money. Okay. You can do test drive anything. Okay. Guys, അപ്പോൾ നമ്മൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. Yes, we are going to test drive only. You are so rich, we know your photo. Guys, അപ്പോൾ നമ്മളിതൊക്കെ കള്ളമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുമാതിരി ആർക്കും അറിയത്തില്ല നമ്മളിത് മോഷ്ടിക്കുവാണെന്ന്. ഗൈസ് ഭയങ്കര ടെൻഷനായി. നെഞ്ച് തീയത്തിരും. അപ്പം അടുത്തെങ്ങനെ മോഷ്ടിക്കും ഗൈസ്? അടുത്തൊരു മാസ് ഓഫ് ഫൈറ്റ് തന്നെ എടുക്കാം. കാരണം എനിക്ക് നല്ല ഇത് അറിവുണ്ട്. ഞാൻ ആദ്യം ശംഭുച്ചേട്ടൻ വന്നപ്പോൾ മോഷ്ടിച്ച ആ കാറാണ് നിങ്ങൾ മറ്റേ അവിടെ കണ്ടേ, ഗഡൗണിൽ. അപ്പം ഒരിക്കലും നമുക്കിനി ഇത് പറ്റത്തില്ല.
ആ കാറ് മോഷിക്കുന്ന സമയത്ത് ഞാൻ രണ്ടാമത് പോയിരുന്നു. പക്ഷേ ആൾക്ക് എന്നെ മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാമത്തെ തവണ കിട്ടത്തില്ലെന്ന്. അപ്പോൾ ഗൈസ് ഈ കാർ മോഷ്ടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു ഫൈറ്റ് ചെയ്യാൻ വേണ്ട വരും. ഞാൻ എൻ്റെ ഫേവറേറ്റ് ഷർട്ട് എടുത്തിട്ടെ ഈ മല്ലൊന്നും ഗൈസ്, ഈ മലയിൽ ഷർട്ടൊന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ല ഗൈസ്. അപ്പോൾ നമുക്കിതൊരു ഒഫീഷ്യലി സ്ഥലത്ത് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ശംഭുച്ചേട്ടൻ്റെ അടുത്തുണ്ട്. ഓക്കെ, നമുക്ക് സ്ട്രെസ്സൊക്കെ മാറിയിട്ട് ശംഭുച്ചേട്ടൻ്റെ കൂടെ പോയിട്ട് ഒരു മാസ് ഫൈറ്റ് ഉണ്ട്. മിസൈലൊക്കെ വിട്ട് ഭയങ്കര സീനായിരിക്കും ഗൈസ്. ശേഷം പോലീസ് പിടിക്കാതിരുന്നാൽ മതി. കഴിഞ്ഞ തവണ പോലീസ് പിടിച്ചില്ല, അത് നമ്മുടെ ലക്ക് എന്ന് പറയും. ഇതോ ഇത്തവണ ഉറപ്പായിട്ട് പിടിക്കും. അത് അത്മാതിരി ഇതാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ഷർട്ട്. ഇത് അലക്കിയിട്ട് 3 വർഷമായോ? 3 വർഷമായി ഗൈസ് ഇത് അലക്കിയിട്ട് ഞാൻ. ഇതിനാണ് ഞാൻ മെയിൻലി ഇടുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ ശംഭുച്ചേട്ടൻ്റെ മുറി. നമ്മൾ കിടക്കണേ ഒക്കെ ഉണ്ട്. അയ്യോ ശംഭുച്ചേട്ടനോടെ, ശംഭുച്ചേട്ടാ ചേട്ടോയി കൊള്ളത്തില്ലേ 3 ശംഭുച്ചേട്ടാ. ശംഭുച്ചേട്ടാ ഇങ്ങോട്ട് പോവാ. അയ്യോ എന്തുവാടേ ശംഭുച്ചേട്ടാ, നമുക്കൊരു പണിയുണ്ട്. വാ, നമുക്ക് അടുത്ത ഫൈറ്റിന് പോവാം. ഓക്കെ ബാ. ഓ ഗൈസ്, നമ്മളത് അവിടെ പോയിട്ട് വരാം. ഗൈസ് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് 2 സ്റ്റാർ കിട്ടി. ഗൈസ് എല്ലായിടത്തും മിസൈൽ ഇടാം. ശംഭുച്ചേട്ടാ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ. 2 ഗ്രൂപ്പ്സ് തന്നെ ഉണ്ടോ? ഇതെന്ത്